ദ നമ്പേഴ്സ്. സോഹോ ബുക്സിൻ്റെ ഈ സെഷനിൽ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കറണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ മന്തിലല്ലാതെ നമുക്ക് വരുന്ന മന്തിലേക്കും അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ എക്സ്പെൻസ് ഈ പർട്ടിക്കുലർ മന്തിലേക്ക് റെക്കോർഡ് ചെയ്യാതെ ഒരു പ്രോറാറ്റ ബേസിൽ നമുക്ക് ഫ്യൂച്ചർ മന്ത്സിലേക്കും കൂടെ അലോക്കേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അത് മോർ ദാൻ ഇയർ ആയിരിക്കാം. അങ്ങനെ വരുന്ന എക്സ്പെൻസിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ എക്സ്പെൻസ് നമ്മൾ ഒരു പർട്ടിക്കുലർ മന്തിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് അതിൻ്റെ എമൗണ്ട് ബിഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു മന്തിൽ നമുക്ക് നല്ല ലോസ് വരാനുള്ള ചാൻസും ഉണ്ട്. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഈ ഒരു എക്സ്പെൻസിനെ വരുന്ന മാസങ്ങളിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വിടുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ലൈസൻസ് ഫീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു 1 ഇയറിലേക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പെൻസ് നമ്മളൊരു പർട്ടിക്കുലർ മന്തിലേക്ക് അലോക്കേറ്റ് ചെയ്യാതെ ആ 1 ഇയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു പ്രോറാറ്റ ബേസിൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയണം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു ബില്ല് ബുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു സപ്ലയറിൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു ലൈസൻസ് ഫീ പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഹോ ബുക്സിന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഒരു ഇൻവോയ്സ് കിട്ടും. ആ ഇൻവോയ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഇതേപോലെ നമ്മളൊരു വെൻഡറായിട്ട് അവരെ ക്രിയേറ്റ് ചെയ്യണം. വെൻഡറായി ക്രിയേറ്റ് നമ്മൾ ബിൽ നമ്പർ ഇവിടെ കൊടുക്കണം, അതുപോലെ തന്നെ ബില്ലിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുക്കണം. നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്ത് എക്സ്പെൻസ് ആണോ സോഹോ ബുക്സ് സബ്സ്ക്രിപ്ഷൻ ചാർജസ് എന്നാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ അക്കൗണ്ട് എന്ന് ചോദിക്കുന്നിടത്ത് നമ്മളൊരു പുതിയ ലെഡ്ജറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അതർ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലാണ് കൊടുക്കുന്നത്. അതർ കറണ്ട് അസറ്റിൻ്റെ അണ്ടറിൽ പ്രീപെയ്ഡ് ലൈസൻസ് ഫീ എന്ന് പറഞ്ഞൊരു ലെഡ്ജർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ലൈസൻസ് ഫീ അല്ല, പ്രീപെയ്ഡ് ആയിട്ട് എന്ത് എക്സ്പെൻസ് വേണമെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എമൗണ്ട് നമ്മളിവിടെ കൊടുക്കുന്നു. ഇപ്പോൾ 12,000 ആണെന്ന് വിചാരിക്കുക. ഇത് ഇൻക്ർ ആയത് നമുക്ക് ജൂൺ 1 12,000 ആണ്. ടാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും വരും. അതിനുശേഷം ഇവിടെ സേവ് ആസ് ഓപ്പൺ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ബില്ല് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വെൻഡറിനെ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ എക്സ്പെൻസ് അക്കൗണ്ട് കൊടുത്തത് കറണ്ട് അസറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി ഒരു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് നമുക്ക് ആ ഒരു ഫുൾ എമൗണ്ടിന് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ടാവും നമ്മുടെ അസറ്റ് സൈഡിൽ. ഇനി നമ്മൾ ഓരോ മന്തിൻ്റെ എൻഡിലും ഇത് അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളിത് പർച്ചേസ് ചെയ്തേക്കുന്നത് ഈ ജൂൺ 1 തൊട്ട് അടുത്ത വർഷം 2026 മെയ് 31 വരെയാണ് നമുക്ക് ഇതിന് ഡ്യൂറേഷൻ ഉള്ളത്. അപ്പം അത്രയും മന്തിലേക്കാണ് നമ്മളിത് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പം 12,000 ഡിവൈഡ് ബൈ 12 ചെയ്യുന്ന സമയത്ത് 1,000 വെച്ചാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ മാസത്തിൻ്റെ അവസാനവും പാസ് ചെയ്യേണ്ട എൻട്രിയാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ മാനുവൽ ജേർണലിൽ വന്നിട്ട് ന്യൂ കൊടുക്കുക. ഇവിടെ നമ്മളിപ്പം ആദ്യം മാസം നമ്മൾ ഡ്യൂ ആവുന്നത് ജൂൺ 30 ജൂൺ 30 നമ്മൾ കൊടുക്കേണ്ട നരേഷൻ എന്ന് പറയുന്നത് അലോക്കേഷൻ ഓഫ് പ്രീപെയ്ഡ് ലൈസൻസ് ഫീ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യാം. ഇവിടെ ലെഡ്ജർ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പെൻസ് അക്കൗണ്ടിനെയാണ്. അപ്പോൾ ലൈസൻസ് ഫീ എന്നൊരു എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാം. ഇല്ല, നമുക്ക് ഏത് എക്സ്പെൻസ് അക്കൗണ്ട് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു എക്സ്പെൻസ് അക്കൗണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് അതർ എക്സ്പെൻസ് എന്നുള്ളൊരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. ഇവിടെ നമ്മൾ ആ മാസം കൊടുക്കേണ്ട ആ ഒരു എമൗണ്ട് കൊടുക്കുന്നു. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 12,000 ഡിവൈഡ് ബൈ 12 കൊടുക്കുമ്പോൾ 1,000 ആണ് നമ്മൾ ഓരോ മന്തിലേക്കും അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എക്സ്പെൻസ് അക്കൗണ്ടായി കൊടുക്കേണ്ടത് നിങ്ങൾ അക്കൗണ്ടിങ് ചാർജസ്ന്നോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുക്കാവുന്നതാണ്. ദെൻ ഇവിടെ നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കേണ്ടത് നമ്മുടെ പ്രീപെയ്ഡിൻ്റെ അക്കൗണ്ടിനെയാണ്. പ്രീപെയ്ഡ് ലൈസൻസ് ഫീ എന്നുള്ള അക്കൗണ്ട് കൊടുത്തിട്ട് 1,000 കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് പബ്ലിഷ് കൊടുക്കുന്നു. അപ്പം നമുക്ക് കാണാൻ പറ്റും ഈ മാസത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് അതർ എക്സ്പെൻസ്, അതായത് ലൈസൻസ് ഫീ ആയിട്ട് വന്നിരിക്കുന്നത് 1,000 മാത്രമേ ഉള്ളൂ. പോയിട്ട് ബാക്കി ആ ഒരു 11,000 12,000 നിന്ന് 1,000 പോകുന്ന സമയത്ത് 11,000 ഇപ്പോഴും പ്രീപെയ്ഡ് ലൈസൻസ് ഫീ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഈ മന്ത് എടുക്കാം. പ്രീപെയ്ഡ് ലൈസൻസ് ഫീ ആയിട്ട് 11,000 ഉണ്ട്. ഇത് നമ്മൾ ഇതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മുതൽ മെയ് വരെ നമ്മൾ ഇതുപോലെ എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് കുറഞ്ഞ് ലാസ്റ്റ് 0 ആവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എൻട്രീസ് സോഹോ ബുക്സിൽ അല്ലെങ്കിൽ ഏതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിലും മാനേജ് ചെയ്യേണ്ടത്.